പ്രിയമുള്ളവരെ, കെ സ്പേസിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ ഇതാണ് അമൃതവള്ളി എന്ന് പറയുന്നത്. ഈ അമൃതവള്ളി നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൊക്കെ. ഇത് വേറെ ഒരുപാട് തരത്തിൽ ഇത് പരിചയപ്പെട്ട ഒരു സാധനമാണ് അമൃതവള്ളി. ഇവിടെ ഇത് ധാരാളം ഉണ്ട്. ഇത് പൊട്ടിച്ച് തുറക്കളയാണ് ചെയ്തത്. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ളൊരു പ്രധാന കാരണം, ഇത് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെയും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് ഓരോരുത്തർ ഇതിൻ്റെ ഒരു തണ്ട് തരുമോ, എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു തണ്ടിന് വേണ്ടിയിട്ട് ഒരു യാചന പോലെ, എനിക്കൊരു തണ്ട് തരുമോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഞാൻ തണ്ട് തരുന്നില്ല. ഇതിൻ്റെ ഒരു കാരണം, ഇത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ തണ്ട് മുറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നവരുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഇത് ഒരു കയ്പ്പ് രസമുള്ളവരാണ്. ഇതിൻ്റെ വെള്ളം കുടിക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഈ ഭാഗം ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചാൽ ഷുഗർ കുറയുമെന്നാണ്. ഇത് ഭയങ്കര കയ്പുള്ള സാധനമാണ്. സ്വാഭാവികമായിട്ട് കയ്പുള്ളത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗറിന് സ്വാഭാവികമായിട്ട് ഒരു കുറവ് കിട്ടും. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് മോഷ്ടിച്ച് തിന്നാലും നമ്മളെ വിശപ്പ് മാറും, പക്ഷേ മോഷ്ടിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. വിശപ്പ് മാറുമെന്ന് വിചാരിച്ചിട്ട് മോഷ്ടിച്ചിട്ടാണോ തിന്നേണ്ടത് എന്നതുപോലെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നുണ്ട്. കാരണം കയ്പുള്ളത് ഏത് കഴിച്ചാലും ഷുഗർ കുറേശ്ശെ കുറയും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ കയ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അത് ഒരുപാട് പേര് ഇത് സ്ഥിരമായി കഴിക്കുന്നു, നിരന്തരം കഴിക്കുന്നു. ഒരളവ് ഇതൊന്നും ഇല്ലാണ്ട് കഴിക്കണേ. അതായത് ഈ വാട്സപ്പ് വൈദ്യന്മാർ പറഞ്ഞിട്ട് കഴിക്കുന്നു. ഓരോരുത്തർ ഒരു ഗ്ലാസ് കുടിക്കുന്നു, 2 ഗ്ലാസ് കുടിക്കുന്നു, ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ കുടിക്കുന്നു. പിന്നെ ഈ വൈദ്യന്മാർ പറയുന്ന രീതിയിലൊക്കെ കുടിക്കുന്നു. അതായത് വാട്സപ്പ് സോഷ്യൽ മീഡിയ വൈദ്യന്മാർ പറയുന്ന രീതിയിലൊക്കെ ഇത് കുടിക്കുന്നു. ഇത് കുടിച്ചിട്ടോ സ്വാഭാവികമായിട്ട് ഇത് ഒരു ആയുർവേദ ഡോക്ടർ തന്നെ ഇത് വല്ലാതെ പ്രചാരം നേടിയ ഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിത് അധികം കഴിക്കരുത്. അതിൻ്റെ കാരണം ഇത് ശരീരത്തിന് അത്ര നല്ലതല്ല. കയ്പ്പ് രസം കിഡ്നിക്കും കരളിനും അത്ര ഗുണകരമല്ല. അത് കൂടുതൽ കഴിക്കുന്നത് ഈ പറയുന്ന കിഡ്നിയെയും കരളിനെയും ദോഷകരമായി ബാധിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ഈ കയ്പ്പ് മാത്രമല്ല, പല കയ്പ്പുകളും അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. പല കഷായങ്ങളും സ്ഥിരമായി കുടിക്കുന്നത് അത്ര നല്ലതല്ല. കയ്പ്പ് രസം കൂടിയ കഷായങ്ങൾ സ്ഥിരമായി കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നമ്മളിത് കഴിക്കരുത്. ഇതുപോലുള്ള മരുന്ന് ഏതെങ്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് നമ്മളെടുത്ത് കഴിക്കരുത്. ഇത് സ്വാഭാവികമായിട്ട് ആയുർവേദത്തിൽ ഇതിൻ്റെ പല മരുന്നിനും ഉപയോഗിക്കുന്നുണ്ടാവാം ഈ അമൃതവള്ളി. അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷുഗറിന് ഇതെടുത്ത് കഴിക്കുന്നത് അത്ര ഗുണകരമല്ല. നല്ലപോലെ ശ്രദ്ധിക്കണം, അപകടകരമാണ്. അത് നമ്മളുടെ ആന്തരിക അവയവങ്ങളെ തകർക്കുന്ന ഘടകമാണ്. കയ്പ്പ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വരാൻ പാടില്ലാത്ത ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആരും പോയി ഇത് വെള്ളം കലക്കി കുടിക്കരുത്. ഇതുമാത്രമല്ല, പലതരം ഇലകളെ പറ്റി പറയുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, അതുപോലെ പേരക്കയുടെ ഇല, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ സാധനം തീയിലിട്ട് കരിക്കുകയാണ്. ഇതാർക്കും കൊമ്പുമില്ല, ഒന്നുമില്ല. ഇത് കുടിച്ചിട്ടാരും ഇനി കിഡ്നിയും കരളും കേടാക്കണ്ട. ഞാനിത് പ്രതിഷേധിച്ചിട്ട്, ഇതെല്ലാവരും പ്രതിഷേധിച്ച് ഞാനിട്ട് തീയിലിട്ട് കരിക്കുകയാണ്. ഇതൊരു പ്രതിഷേധ സൂചകമാണ്. കാരണം ഇതുകൊണ്ട് ഇങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാണ്ട് ഇങ്ങനെ ഇത് കഴിക്കരുത്. അത് നല്ലതല്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ.